സംസ്ഥാനത്തെ കോളേജുകളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ നിയമന വിഷയത്തിൽ PSCയെയും സർക്കാരിനെയും താറടിക്കാൻ ഗൂഢശ്രമം. ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നേതൃത്വത്തിലാണ് വസ്തുതാവിരുദ്ധ വാർത്തകൾ പടച്ചുവിടുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 152 അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത്. കാലാവധി കഴിഞ്ഞാലും പട്ടികയിൽ ഉള്ളവരുടെ അവസരം നഷ്ടമാകില്ലെന്നിരിക്കെയാണ് ചിലരുടെ വ്യാജ പ്രചരണങ്ങൾ. 2026 ജനുവരി മാസത്തിൽ മാത്രം വിവിധ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് 101 പേർക്ക് PSC നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് പ്രകാരം പുതുതായി തസ്തിക സൃഷ്ടിച്ചതിന്റെ ഫലമായാണ് ഈ നിയമനം നടത്തിയത്. നിലവിലുള്ള പട്ടികയിൽ നിന്ന് നിയമനം നടക്കാതെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1 വർഷം വരെയുള്ള റാങ്ക് ലിസ്റ്റുകൾക്ക് PSC മാർഗനിർദ്ദേശമനുസരിച്ച് 3 വർഷം വരെ കാലാവധി നീട്ടി നൽകാനാവും. തുടർന്നും നിയമനം നടന്നില്ലെങ്കിൽ 1 വർഷം കൂടി നീട്ടാൻ കഴിയും. വസ്തുത ഇതായിരിക്കെയാണ് 1ാം റാങ്കുകാർക്ക് നിയമനമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചില കേന്ദ്രങ്ങൾ വ്യാജ പ്രചരണം കൊഴുപ്പിക്കുന്നത്. കന്നഡ, ബയോടെക്നോളജി, മ്യൂസിക്, ഫ്രഞ്ച്, തമിഴ് വിഷയങ്ങളിലാണ് നിലവിൽ നിയമനം നടന്നത്. റാങ്ക് പട്ടികയിലെ 1ാം റാങ്കുകാർക്ക് നിയമനം നൽകിയില്ലെന്ന് പറയുന്ന ഇസ്ലാമിക് ഹിസ്റ്ററി, ഫിലോസഫി വിഷയങ്ങളിൽ ഓരോ നിയമനങ്ങൾ നടന്നിട്ടുമുണ്ട്. PSC റൊട്ടേഷൻ പ്രകാരം പെൻഡിംഗ് ആയിരുന്ന ഭിന്നശേഷിക്കാർക്കാണ് നിയമനം ലഭിച്ചത്. പിന്നീട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ 1ാം റാങ്കുകാരെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല. ഉറുദു, സോഷ്യോളജി എന്നിവയിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് നിയമന നടപടി ആരംഭിക്കുകയും ചെയ്യും. ഈ വർഷം റാങ്ക് പട്ടികയിൽ നിന്ന് തന്നെ PSC അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട്. 115 ഒഴിവുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ കള്ളപ്രചാരവേല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.